അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദിനേന നമ്മുടെ മുമ്പിലേക്കെത്തുന്ന വാർത്തകൾ എത്രമാത്രം നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്, നൊമ്പരപ്പെടുത്തുന്നുണ്ട്, കൗതുകപ്പെടുത്തുന്നുണ്ട്. ഏറെ ഭീതിയോടുകൂടെ, വ്യസനത്തോടുകൂടെ, വേദനയോടുകൂടെ, വേപതുവോടുകൂടെ, കണ്ണീരോടുകൂടെ, അത്ഭുതത്തോടുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രയെത്ര കൊലപാതകങ്ങളാണ്, എത്രയെത്ര പീഡന പർവ്വങ്ങളാണ് നമ്മെ ഏറെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉറ്റവർ, ഉടയവർ, വ്യക്തിബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവരാണ്, രക്തമാണ്, മനുഷ്യനാണ്, ഇത്രമാത്രം ക്രൂരനാകാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അതിലേറെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഈ ബന്ധങ്ങളെയെല്ലാം പാടെ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് കടാര കുത്തിയിറക്കുന്ന, അവരെ തലക്കടിച്ചും വേദനിപ്പിച്ചും മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട്, മൃഗീയമായി എന്ന് പറഞ്ഞുകൂടാ, അതിനേക്കാളും അപ്പുറത്തേക്ക് ഏറെ ക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യ ശരീരത്തെ വേദനിപ്പിക്കുകയും പിച്ച് ചീന്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന എത്രയെത്ര വാർത്തകൾ ഓരോ ദിവസവും നമ്മെ ഇങ്ങനെ കൺമുമ്പിലേക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നു, ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ ഇനിയൊരു കൊലപാതകമുണ്ടോ എന്ന്. ഇല്ല, തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അതിനേക്കാളും ക്രൂരമായ രീതിയിൽ മറ്റൊരു കൊലപാതക വാർത്ത നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ റമളാനിൽ കാരുണ്യത്തെക്കുറിച്ച് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ ഗുണവിശേഷങ്ങളിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കേണ്ട നല്ല സ്വഭാവങ്ങളിൽ ഒന്ന് കാരുണ്യമാണ്. പരുഷ കാർക്കശ്യ സ്വഭാവത്തിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒളിമങ്ങാതെ തേച്ച് ചിന്തേറിട്ട് മിനുക്കിയെടുക്കേണ്ട നല്ല സ്വഭാവങ്ങളിൽ ഒന്നാണ് കാരുണ്യം. ആർദ്രത, നൈർമല്യത നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ടത്. നാം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക,